എല്ലാവർക്കും ഓറഞ്ച് പീലിൻ്റെ കുക്കിംഗ് സെഷനിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബീഫ് ഡിഷാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എനിക്കിതിൻ്റെ റെസിപ്പി കിട്ടിയത് എൻ്റെ അമ്മയിൽ നിന്നാണ്. ഇതിൻ്റെ പേര് മരുന്ന് ബീഫ് എന്നാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്ത 1/4 കിലോ ബീഫാണിത്. ഏകദേശം എനിക്കൊരു 4 വിസിൽ വേണ്ടി വന്നിട്ടുണ്ട് ഇത് പ്രഷർ കുക്കറിലൊന്ന് വേവിച്ചെടുക്കാൻ. 5-6 അല്ലി വെളുത്തുള്ളിയും 1 പിടി ചുവന്നുള്ളി വേണമെങ്കിൽ കുറച്ചും കൂടി എടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ കടുക്, ആവശ്യത്തിനുള്ള കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുക. അതുപോലെ വെളുത്തുള്ളികളൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ കുരുമുളകും. ഇത് മൂന്നും കൂടി നന്നായിട്ട് ചതച്ചെടുക്കുക. അപ്പോൾ ചതയ്ക്കാൻ ഒരു പാത്രമൊന്നുമില്ലെങ്കിൽ നമുക്കൊരു കട്ടിംഗ് ബോർഡുമേ ചപ്പാത്തി പരത്തുന്ന കോലൊക്കെ വെച്ച് ചതച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ചതയ്ക്കുമ്പോൾ നമ്മൾ മിക്സിയിലൊക്കെ അടിച്ചെടുക്കുന്ന പേസ്റ്റ് പോലെ ആവരുത്. നമ്മൾ ചതച്ച് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മണമൊക്കെ വരും. അപ്പോൾ അവിടെ വെച്ച് നമുക്കത് നിർത്താം. ചതച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് അടുത്തത് ചുവന്നുള്ളി ഇതുപോലെ തന്നെ ചതച്ചെടുക്കുക. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്താലോ? ഞാനിവിടെ മൺചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുകയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കടുക് പൊട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ജീരകവും വെളുത്തുള്ളിയും കുരുമുളകും കൂടി ചതച്ച് വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഏകദേശം 1 തണ്ട് കറിവേപ്പില വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. നന്നായിട്ടൊന്നും അത് ബ്രൗൺ കളറാവണം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തു, കാരണം നമ്മൾ മല്ലിപ്പൊടി ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ തീയൊന്നും ചെറുതാക്കിയില്ലെങ്കിൽ ഈ പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ അത് കരിഞ്ഞു കിട്ടും. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് അത് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബീഫിനോടൊപ്പം അത് വേവിക്കുമ്പോൾ ഉണ്ടായ കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനോടൊപ്പം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, അതായത് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് സെറ്റാവാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. നല്ല ആവിയൊക്കെ വരുന്നുണ്ട്, നല്ല മണവും വരുന്നുണ്ട് അതിൻ്റെ ഒപ്പം. ഇപ്പോൾ കാണാൻ നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഒരുപാട് നേരം അത് ഫ്രൈ ആവരുത്. ഫ്രൈ ആയി കഴിഞ്ഞാൽ നല്ല ഹാർഡായി പോവും. നമുക്കത് കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഒരു 15 മിനിറ്റ് മാക്സിമം അതൊന്ന് സെറ്റാവാൻ എടുക്കുള്ളൂ. എനിക്ക് അത്ര സമയം എടുത്തിട്ടുള്ളൂ. ഇവിടെ വെച്ച് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്ന ആളോട് തന്നെ നമുക്ക് ചോദിക്കാം ഇതെങ്ങനെയുണ്ടെന്ന്. നന്നായിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചേക്കാളും ഒത്തിരി നന്നായിട്ടുണ്ട്. സൂപ്പർ.